ബീഹാർ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് പ്രചാരണ റാലികളിൽ നേതാക്കൾ നടത്തുന്നത്. ഇന്നലെ പുറത്തിറങ്ങിയ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രികയിലും സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് വാഗ്ദാനങ്ങൾ നിരവധിയാണ്. ബീഹാറിൽ 3.5 കോടി വനിതകളാണ് ഇത്തവണ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. NDA 34 സ്ത്രീകളെയും മഹാഗഡ്ബന്ധൻ 30 പേരെയും ഇത്തവണ സ്ഥാനാർത്ഥികളായി രംഗത്തിറക്കിയിരിക്കുന്നു. ബീഹാറിനായി തേജസ്വിയുടെ പ്രതിജ്ഞ എന്ന മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക വനിതാ വോട്ടർമാർക്ക് പ്രത്യേക പരിഗണന നൽകുന്നു. മൈ ബഹൻ യോജന വഴി സ്ത്രീകൾക്ക് 2500 രൂപ പ്രതിമാസ അലവൻസ് വാഗ്ദാനം ചെയ്യുന്നു. വിധവാ പെൻഷൻ 1500 രൂപയാക്കി ഉയർത്തും. ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിലെത്തിയാൽ ജീവിക ദീദിമാർക്ക് സ്ഥിരം സർക്കാർ ജോലിയെന്ന് തേജസ്വിയുടെ ഉറപ്പ്. 30,000 രൂപ പ്രതിമാസ ശമ്പളം, പലിശരഹിത വായ്പ, 5 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ. 1,21,00,000 ഗ്രാമീണ വനിതാ സംരംഭകരായ ജീവിക ദീദിമാരാണ് ബീഹാറിലുള്ളത്. മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ യോജന വഴി NDA സർക്കാർ ജീവിക ദീദിമാർക്ക് 10,000 രൂപ വീതം കൈമാറിയിരുന്നു. വിധവാ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുവഴി കിട്ടേണ്ട നേട്ടം തടയാൻ ലക്ഷ്യമിട്ടാണ് മഹാസഖ്യത്തിന്റെ പ്രഖ്യാപനം. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 2 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നിതീഷ് കുമാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 95,000 ആശാപ്രവർത്തകരുടെയും 4,600 മമതാ പ്രവർത്തകരുടെയും ഓണറേറിയം നിതീഷ് വർദ്ധിപ്പിച്ചു. പിങ്ക് ടോയ്ലറ്റ്, പിങ്ക് ബസ്, ജിം ഓൺ വീൽസ്, വനിതാ മാർക്കറ്റ്, ദരിദ്ര പെൺകുട്ടികളുടെ വിവാഹത്തിന് കന്യാമണ്ഡപ്, പെൺകുട്ടികളുടെ ഹോസ്റ്റൽ, റിക്ഷകൾ വാങ്ങുന്ന സ്ത്രീകൾക്ക് സബ്സിഡി, അങ്ങനെ സ്ത്രീകൾക്കായി നിരവധി പദ്ധതികളും അവതരിപ്പിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് 50% സംവരണവും പോലീസ് റിക്രൂട്ട്മെന്റിൽ 35% സംവരണവും നിതീഷ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ബീഹാർ തെരഞ്ഞെടുപ്പുകളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് വോട്ട് ചെയ്യാനെത്തിയത്. അതുകൊണ്ടുതന്നെ അവരുടെ പിന്തുണ പരമപ്രധാനം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.